മെൽബണിൽ നിന്ന് യുഎസിലെ ഡാലസിലേക്ക് പറന്ന കോണ്ടോസ് വിമാനത്തിൽ അരങ്ങേറിയത് സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾ. വിമാനയാത്രയ്ക്കിടെ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോകണമെന്ന് വാശി പിടിച്ച യാത്രക്കാരൻ പറ്റില്ലെന്ന് പറഞ്ഞ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ കടിച്ചു പരിക്കേൽപ്പിച്ചു. ഓസ്ട്രേലിയൻ എയർലൈനായ കാൻഡാറസിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മെൽബണിൽ നിന്ന് പുറപ്പെട്ട QF21 വിമാനത്തിലാണ് സഹയാത്രികരെയും ജീവനക്കാരെയും ഒക്കെ ഞെട്ടിച്ച, ഏറെ ആശങ്കയിലാഴ്ത്തിയ ചില സംഭവങ്ങൾ ഉണ്ടായത്. യാത്ര തുടങ്ങി 7 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് വിമാനത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും അമേരിക്കയിലെ ഡല്ലാസിലേക്ക് പോവുകയായിരുന്നു ഈ വിമാനം. യാത്രക്കാരന്റെ അതിക്രമത്തെ തുടർന്ന് വിമാനത്തിന് വഴിതിരിച്ചു വിടേണ്ടി വന്നു. ഇതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തന്നെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് യാത്രക്കാരൻ അക്രമാസക്തനായി മാറുകയായിരുന്നു. ഫ്രഞ്ച് പോളിനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള പപ്പീറ്റിൽ വിമാനം അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇറക്കി. നിയന്ത്രണം വിട്ട് പെരുമാറിയ യാത്രക്കാരനെ സഹയാത്രികരൊക്കെ ചേർന്നുകൊണ്ട് വളരെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. ഇതിനിടയിൽ ഇയാൾ എയർലൈൻസിലെ ഒരു ജീവനക്കാരിയെ കടിച്ചു പരിക്കേൽപ്പിച്ചു. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വിമാനത്തിന്റെ പിൻഭാഗത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ട ക്രൂ അംഗങ്ങളോട് ഇയാൾ തട്ടിക്കയറി അകത്തു നിൽക്കാൻ ആക്രോശിക്കുന്നതടക്കം അതിൽ പകർത്തിയ ചില ദൃശ്യങ്ങളിൽ പ്രകടമാണ്. മദ്യലഹരിയിലായിരുന്നോ ഇയാളെന്നുള്ള സംശയമടക്കം യാത്രക്കാർ പങ്കുവെക്കുന്നുണ്ട്. തനിക്കൊരു സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോകണമെന്നാണ് പറന്നുയർന്ന വിമാനത്തിനുള്ളിൽ വെച്ച് ഇയാൾ ആവശ്യപ്പെട്ടത്. ജീവനക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുടലെടുത്തു. സംഭവത്തിന് പിന്നാലെ കാൻഡാറസിന്റെ എല്ലാ വിമാനങ്ങളിലും ഇയാൾക്ക് ആജീവനാന്ത യാത്രാവിലക്കും ഏർപ്പെടുത്തിയതായി എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. പപ്പീറ്റിൽ ഇന്ധനം നിറച്ച ശേഷം 35 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം ഡല്ലാസിലേക്ക് യാത്ര തിരിച്ചു. ശനിയാഴ്ച രാവിലെ വിമാനം സുരക്ഷിതമായി ഡല്ലാസിൽ എത്തിച്ചേർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എയർലൈൻ ജീവനക്കാർക്കെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഇതിന് പിന്നാലെ ശക്തമായിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.